ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ത്രില്ലർ ചിത്രം ക്രിസ്റ്റീന പ്രദർശനത്തിനെത്തി. തീർത്തും ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഫുൾ ഓൺ ത്രില്ലർ ചിത്രം ക്രിസ്റ്റീന ജനുവരി 30 കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും പ്രദർശനത്തിനെത്തി. 4 ചെറുപ്പക്കാരായ സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് ഒരു സെയിൽസ് ഗേൾ കടന്നു വരുന്നതോടെ ആ ഗ്രാമപ്രദേശത്ത് അരങ്ങേറുന്ന സംഭവ വികാസങ്ങൾ, ദുരൂഹതയുടെ പാതയിലൂടെയാണ് ചിത്രത്തിന്റെ കഥാമുഹൂർത്തങ്ങളുടെ തുടർ സഞ്ചാരം. സുധീർ കരമന, MR ഗോപകുമാർ, സീമാജി നായർ, ആര്യ, നസീർ സംക്രാന്തി, സുനീഷ് കെ ജാൻ, കലാഭവൻ നന്ദന, മുരളി മാനിഷാദ, കോബ്ര രാജേഷ്, ശിവമുരളി, മായ കൃഷ്ണ, ശ്രീജിത്ത് ബാലരാമപുരം, രാജീവ് റോബർട്ട്, അഭി, അനീഷ്, സുനിൽ പുന്നക്കാട്, രാജേഷ് വിശ്വരൂപം, ചിത്ര സുദർശനൻ, രാജീവ്, മാസ്റ്റർ ആശുജിത്ത്, കുമാരി അവന്തിക പാർവതി, രാജേന്ദ്രൻ ഉമ്മണ്ണൂർ എന്നിവരാണ് ചിത്രത്തിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ബാനർ CS ഫിലിംസ്, രചന സംവിധാനം സുദർശനൻ, നിർമ്മാണം ചിത്ര സുദർശനൻ, ഛായാഗ്രഹണം ഷമീർ ജിബ്രാൻ, എഡിറ്റിംഗ് അക്ഷയ് സൗദ, സംഗീതം ശ്രീനാഥ് S വിജയ്, പശ്ചാത്തല സംഗീതം സൺഫീർ, ഗാനരചന ശരൺ ഇൻഡോഗേര, പാടിയവർ നജീം അർഷാദ്, ജാസി ഗിഫ്റ്റ്, രശ്മി മധു, ലക്ഷ്മി രാജേഷ്, വിതരണം SFC ആർട്സ്, മ്യൂസിക് റൈറ്റ്സ് ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സ്, കല ഉണ്ണി റസൽപുരം, ചമയം അഭിലാഷ് തിരുപ്പുറം, അനിൽ നേമം, കോസ്റ്റ്യൂം ഇന്ദ്രൻസ് ജയൻ, ബിജു മങ്ങാട്ടുകോണം, പ്രൊഡക്ഷൻ കൺട്രോളർ അജയ ഘോഷ് പരവൂർ, അസോസിയേറ്റ് ഡയറക്ടർ സബീൻ കാട്ടുങ്കൽ, കൊറിയോഗ്രഫി സൂര്യ, ആക്ഷൻ സുരേഷ്, പ്രൊഡക്ഷൻ മാനേജർ RK കല്ലംപുറത്ത്, വിജയലക്ഷ്മി, TI അരുൺകുമാർ, സ്പോർട്സ് കളേഴ്സ് സ്റ്റുഡിയോ ചിത്രാഞ്ജലി, ഡിസൈൻസ് ടെറസോക്കോ, സ്റ്റിൽസ് അഖിൽ ദേവ്, PRO അജയ് തുണ്ടത്തിൽ. നമസ്കാരം, ഞാൻ ശരൺ ഇൻഡോഗേര. ഈ സിനിമയുടെ ലിറിസിസ്റ്റാണ്. അപ്പോൾ എനിക്ക് ഈ സിനിമയെ പറ്റി പറയാനുള്ളത്, ശരിക്കും ഒരു ചുരുക്കം ബഡ്ജറ്റിൽ ഇത്ര ഒരു ഗംഭീര സിനിമ ചെയ്യാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമാണ്. അതിന് ഡയറക്ടർ സുദർശനോട് ഞാൻ നന്ദി പറയുകയാണ്. ടോട്ടലി എല്ലാവരും ഇട്ട എഫേർട്ട് അത് ചെറുതല്ല. സോ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യണം, എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം. താങ്ക് യു. അപ്പോൾ എനിക്ക് തോന്നുന്നു, എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ പറയുന്നതാണ്, കുറച്ചുകൂടെ എക്സ്പെർട്ടൈസ്ഡ് അഡ്വൈസോടുകൂടി ഒരു ബ്രഷപ്പ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണ്. ബിക്കോസ് ഇതിനകത്ത് ഒരു സ്റ്റോറി ഉണ്ട്, നല്ലൊരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി ആക്ച്വലി ചില സന്ദർഭങ്ങളിൽ നമ്മുടെ കൈവിട്ട് പോയ പോലെ ഒരു ഫീൽ വന്നിട്ടുണ്ട്. എനിവേ ഫൈനലി എസ്പെഷ്യലി ഇൻ ദ ബിഗിനിങ് ഒരു ഹാഫ് സ്റ്റേജ് പിന്നെ സസ്പെൻസ് റീറ്റെയിൻ ചെയ്ത് ലാസ്റ്റ് വരെ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിലും ഒരു എക്സ്പെർട്ടൈസ്ഡ് അഡ്വൈസ്, ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടെ ബെറ്റർ ആകുമായിരുന്നു എന്നൊരു തോന്നൽ. താങ്ക് യു. ഞാൻ ചിത്ര സുദർശൻ. ഇതില് ക്രിസ്റ്റീനയുടെ കൂട്ടുകാരിയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നമ്മുടെ കുടുംബത്തിലൊക്കെ നടക്കുന്ന ഒരു ചെറിയ കഥയാണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതെന്റെ 4ാമത്തെ സിനിമയാണ്. പിന്നെ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നെയ്യാറ്റിൻകര, കോഴിക്കോട്, പിന്നെ തമിഴ്നാട്, അങ്ങനെയുള്ള കുറേ ലൊക്കേഷനിലാണ് ഇത് ഷൂട്ട് ചെയ്തത്. ഞാൻ ക്രിസ്റ്റീന എന്ന സിനിമ കണ്ടിറങ്ങി. അതിലുപരി എനിക്ക് ഇതിനകത്തൊരു വേഷം ചെയ്യാനൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കഷ്ടപ്പാടുകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു നല്ല സ്റ്റോറിയാണ്. ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നതും അതിൻ്റെ സംവിധാനം ചെയ്തിരിക്കുന്നതും നമ്മുടെ സുദർശനൻ ആണ്. കുടുംബസമേതം ഇരുന്ന് കാണാൻ കൊള്ളാവുന്നതും, കുടുംബസമേതം ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല പശ്ചാത്തലങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് നല്ലൊരു മെസ്സേജ് പകർന്നുകൊണ്ടാണ് ഈ സിനിമയുടെ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എനിക്ക് നല്ലൊരു വേഷമാണ് നമ്മുടെ സംവിധായകൻ സുദർശൻ സാർ എനിക്ക് തന്നത്. അത് വളരെ ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്നെനിക്കും തോന്നുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. എല്ലാവരും ഒന്ന് കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയണം. എൻ്റെ പേര് RK കല്ലംപുറത്ത്. ഞാൻ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ മാനേജറാണ്. ചില മെസ്സേജുകൾ നമുക്ക് ഇതിനകത്തൂടെ തരുന്നുണ്ട്. കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരായ കുട്ടികൾ സെയിൽസിൻ്റെ പല ഇതിലും വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മെസ്സേജുകളാണ് ഈ പടത്തിലൂടെ നിങ്ങളെ മുന്നിലെത്തിക്കുന്നത്. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ട്. ക്രിസ്റ്റീന എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ത്രീകൾക്ക്
അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ടവർക്ക് പഠിക്കാനുള്ളൊരു നല്ലൊരു സ്റ്റോറി ഉണ്ട്. ഇതിലൊരു നല്ല ത്രെഡ് ഉണ്ട്. നമുക്ക് അതുകൊണ്ട് എപ്പോഴും ക്രിസ്റ്റീന എന്ന് പറയുന്നത്, അത് ഞാൻ നേരത്തെ എൻ്റെ ഫ്രണ്ട്സുകളാണ്, ആര്യ എൻ്റെ ഫ്രണ്ടാണ്, എല്ലാവരും എൻ്റെ ഫ്രണ്ടാണ്. പക്ഷെ ഇതിൽ അഭിനയിച്ചെന്ന് പറയുമ്പം ആദ്യം നമുക്കത് മനസ്സിലായി, ചെറിയ ലാഗായിട്ട് വന്നു. പിന്നെ ഏറ്റവും നല്ലതായിട്ട് പോയി. ലാസ്റ്റ് എൻഡാണ് ഏറ്റവും നമുക്ക് ത്രസിപ്പിക്കുന്ന ഒരു എൻഡായിട്ട് വന്നത്. ക്രിസ്റ്റീന ഇസ് എ ബെസ്റ്റ്, നല്ലൊരു പിക്ചറാണ്. എല്ലാവരും വന്ന് കാണുക, പ്രോത്സാഹിപ്പിക്കുക. ഞാൻ ഈ സിനിമ കണ്ട വ്യക്തിയാണ്. ഇതിൽ അഭിനയിച്ചിട്ടൊന്നുമില്ല. എന്നാലും ഈ അഭിനയിച്ച എല്ലാ കഥാപാത്രങ്ങളും എല്ലാം ഒന്നിനൊന്നിനും മികച്ചത് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഉപ്പും മുളകിൽ അഭിനയിച്ച ആളെ എനിക്ക് എടുത്ത് പറയാൻ പറ്റാതില്ല. അത്ര ഗംഭീരമായിട്ടുണ്ട്. എല്ലാ കഥാപാത്രം, നായകനും നായിക എല്ലാം ഒന്നിനും വെച്ച എല്ലാം സിനിമയിൽ തന്നെ നമ്മൾ തിയേറ്ററിൽ തന്നെ കാണേണ്ടത്. ഹായ്, നമസ്കാരം. ഞാൻ ക്രിസ്റ്റീനെ കണ്ടിറങ്ങി. വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ നല്ലൊരു കഥയാണ്. നമ്മൾ സിനിമയുടെ ആദ്യ പകുതി സിനിമ കണ്ടുപോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതല്ല, അതിനപ്പുറത്തേക്ക് ഒരുപാട് ട്വിസ്റ്റുകളിലേക്ക് മാറി കഥ പോവുകയാണ്. ഇൻ്റർവെല്ലിന് ശേഷം ശ്വാസം അടക്കി പിടിച്ച് മാത്രമേ നമുക്ക് ഈ സിനിമ കാണാൻ കഴിയൂ. അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കുന്നു വളരെ വ്യത്യസ്തമായിട്ട് ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരെല്ലാം തന്നെ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഡയറക്ഷനും നല്ല എഴുത്തുമാണ്. റസൽപുരം സുദർശനാണ് ഇതിൻ്റെ കഥയും സംവിധാനവും ഒക്കെ ചെയ്തിരിക്കുന്നത്. വളരെ നല്ല രീതിയിലാണ് ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ക്രിസ്റ്റീന നല്ലൊരു മൂവിയാണ്, എല്ലാവരും വന്ന് കാണണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, വളർന്നു വരുന്ന ഒരുപാട് കലാകാരന്മാർ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ സിനിമ എന്ന് പറയുന്ന നല്ല ഒരു സസ്പെൻസ് ഇട്ടുള്ളൊരു ചിത്രമാണ്. ഈ സിനിമയിലേക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ കടന്നു വരുന്നുണ്ട്. അതിൽ നമുക്കൊന്നും ഊഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സിനിമയായിപ്പോയി. കാര്യം അവസാനം ആ ക്ലൈമാക്സ് സീനിലൊക്കെയാണ് നമ്മളിത് ആരാണ്, ഇതിൻ്റെ ട്വിസ്റ്റ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്തൊരു അവതരണം ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുദർശൻ സാറ് നല്ല സൂപ്പറായിട്ട് ഇത് നല്ല രീതിയിൽ അത് സംവിധാനം ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഞാൻ ഇതിനകത്ത് ചെറിയൊരു പോലീസ് വേഷം ചെയ്തിട്ടുണ്ട്. അതിനുള്ള അവസരം തന്ന സുദർശൻ സാറിനും പുള്ളിക്കാരൻ്റെ വൈഫായ ചിത്രയ്ക്കും എൻ്റെ ഏറ്റവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. മലയാള സിനിമയിൽ എനിക്ക് ഒരു ചൂടുവയ്ക്കാൻ ഒരു അവസരം ഈ സ്ക്രീനിനകത്ത് ഉണ്ടാക്കി തന്നതിന് ഒരുപാട് നന്ദി. എൻ്റെ പേര് അഖിൽ ദേവ് എന്നാണ്. ഞാൻ ഈ പടത്തിൻ്റെ സ്റ്റിൽസ് ഞാനാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇത് ഒരു ലോ ബഡ്ജറ്റ് പടമാണെങ്കിലും നമുക്കതങ്ങ് ലോ ബഡ്ജറ്റായിട്ട് ഫീൽ ചെയ്യത്തില്ല. അത്രയ്ക്കും ഓരോ സീൻസിലും നല്ലൊരു സസ്പെൻസ് ഉള്ളൊരു മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് ഈ പടം കാണുക. പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻ നമ്മുടെ സുദർശൻ സാറ് ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. അത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഈ മൂവി തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. ക്രിസ്റ്റീന മൂവി ഇപ്പോൾ കണ്ടിറങ്ങി. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ട്രെയിലർ കണ്ടായിരുന്നു. ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് എത്ര ത്രില്ലർ ആയിരിക്കും എന്ന് നല്ല പ്രതീക്ഷിച്ചില്ല. പക്ഷെ കണ്ടപ്പോഴത്തേക്ക് നല്ല ക്രൈം ത്രില്ലറാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ കൂടെ കോർത്തിണക്കിയിട്ടുള്ള നല്ലൊരു സിനിമയാണ്. എല്ലാവരും കാണണം, നന്നായിട്ട് കണ്ട് സിനിമ വന്ന് കണ്ട് പ്രോത്സാഹിപ്പിക്കണം. അവരുടെ തുടക്കമായിട്ടുള്ള സിനിമയാണെന്ന് പക്ഷെ കണ്ടാലും നമുക്കത് ഈ തുടക്കക്കാരുടേതായിട്ടുള്ളത് നമുക്ക് മനസ്സിലാവത്തില്ല. നല്ലൊരു മൂവിയാണ്, നന്നായിട്ടുണ്ട്. തിയേറ്ററിലേക്ക് എത്തുന്ന എൻ്റെ ആദ്യ സംവിധാന സിനിമയാണ് ക്രിസ്റ്റീന. അപ്പം ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുക, അതിനുപരി അത് പ്രേക്ഷകർ കാണുകയും വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ഭാഗ്യമായി കാണുന്നു. ക്രിസ്റ്റീന കണ്ടവരെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അതിന് വളരെയേറെ സന്തോഷമുണ്ട്. ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. ഈ സിനിമയുടെ ക്രൂവിലെ മുഴുവൻ അംഗങ്ങൾക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗവ്യ വിളക്ക്, പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര്, ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും 100% ഓർഗാനിക് ആണ്. മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത്. ഡ്രൈ ഫ്രൂട്ട്സിന്റെയൊക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. വാഗമണിൽ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത്. മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് 3 മണി വരെ, ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 മണി തൊട്ട് രാത്രി
രാത്രി 8:30 മണി വരെയാണ് ഈ കടയുടെ സമയം. ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട്. ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. 5 കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇത് ചെറിയൊരു കടയാണ്, കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത്. തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത്. ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്.